ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച സമയത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം ഇന്ന് ആർക്കും ഒന്നിനും സമയമില്ലാത്ത കാലത്ത് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത് തന്നെ അഭിനന്ദനാർഹമാണ്. ഇപ്പോൾ സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം ഇപ്പോൾ ആർക്കും ഒന്നിനും ഒരു സമയമില്ലാത്ത ഒരു സാഹചര്യം, ആർക്കും സമയത്തിൻ്റെ വില അറിയാത്തൊരു സാഹചര്യമാണ്. വെറുതെ ഇരുന്ന് സമയം കളയുന്ന ഒരു പുതിയ തലമുറയാണ് നാം കണ്ടുവരുന്നത്. പഴയ കാലത്തെ പോലെയല്ല. കാരണം പഴയ കാലത്തെ ആളുകളൊക്കെ പറഞ്ഞാൽ ഉള്ള സമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുകയും, പക്ഷേ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് വെറുതെ സമയം കളയുന്ന ഒരു പ്രവണതയാണ് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞു പോയ സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല എന്ന് ഉറപ്പായിട്ട് പോലും നമ്മൾ വെറുതെ സമയം കളയുന്നവരിലാണ് നാം ഒക്കെയുള്ളത്. ഞാൻ എന്നോട് കൂടി തന്നെ പറയുകയാണ്, സമയം കളഞ്ഞു പോയത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ആൾക്കാർ ഇനിയുള്ള സമയം അത് പ്രയോജനമായ രീതിയിൽ നമ്മൾ ചെലവഴിക്കാം എന്ന് ഉള്ള ഒരു മൈൻഡ് പോലും ഇല്ലാതെയാണ് ഇന്നും ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ സമയത്തിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമിൽ തോറ്റ ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കണം. കാരണം അവൻക്കറിയാം ഒരു വർഷത്തിൻ്റെ വില എത്രയാണെന്ന്. ഒരു മാസത്തിൻ്റെ വില എത്രയാണെന്ന് അറിയാമെന്ന് ഒരു ഗർഭിണിയായ സ്ത്രീയോട് നമുക്ക് ചോദിക്കാം. കാരണം അവർ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിൻ്റെ വില അവർക്കേ അറിയൂ. ഒരു ദിവസത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒരു പ്രവാസിയായ ഒരാൾ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുമ്പോൾ അറിയാം അവൻക്ക് ഓരോ ദിവസവും എണ്ണയിൽ ചുട്ട അപ്പം പോലെ അവനിങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് നാട്ടിൽ. ഒരു സെക്കൻഡിൻ്റെ, ഒരു മിനിറ്റിൻ്റെ വില അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഒരു ട്രെയിനൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ട്രെയിൻ നഷ്ടപ്പെട്ട്, ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഒരു ട്രെയിൻ നഷ്ടപ്പെട്ട് അവൻക്കറിയാം ഒരു സെക്കൻഡിന് എത്ര വില ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത്രയും വിലമതിക്കാനാകാത്ത ഒന്നാണ് ഈ സമയം എന്ന് പറഞ്ഞ്. കറൻസിയെ പോലെയല്ല. കറൻസിക്ക് നമ്മൾ പണമില്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും അധ്വാനിച്ച് പണം ഉണ്ടാക്കാം. പക്ഷേ സമയം നഷ്ടപ്പെട്ടാൽ എത്ര കോടികൾ കൊടുത്താലോ എത്ര അധ്വാനിച്ചാലോ അത് നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുന്ന ഒന്നല്ല ഈ സമയം. സത്യം പറഞ്ഞാൽ ഈ ക്ലോക്കിൽ കറങ്ങുന്ന സൂചിയല്ല യഥാർത്ഥത്തിൽ സമയം എന്ന് പറയുന്നത്. അത് സമയം നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാധ്യമം മാത്രമാണ് ഈ ക്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആൾക്കോട് എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള സമയമെങ്കിലും സെക്കൻഡായാലും മിനിറ്റുകളായാലും പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.